إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله هدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യം സ്വന്തം നഫ്സിനെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ യഥാർത്ഥ മുത്തഖീങ്ങളായി മരണം വരെ ജീവിക്കുവാനുള്ള മഹാ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദുനിയാവിലെ ജീവിതം എന്നുള്ളത് നമുക്കറിയാം, അത് ശാശ്വതമാണ്. ഈ ദുനിയാവിലെ ജീവിതത്തിൽ 100% സംതൃപ്തിയോടുകൂടി ജീവിക്കുക എന്നുള്ളത് അതൊരിക്കലും സാധ്യമാവാത്തതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവെന്നുള്ളത് അത് പരീക്ഷണങ്ങളുടെ വേദിയാണ്. നമ്മളൊക്കെ നമ്മളുടെ വീടുകളിൽ നിന്ന് പലപ്പോഴും പല സാഹചര്യത്തിലും പല കാര്യങ്ങൾക്കും വേണ്ടി പുറത്തിറങ്ങുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് നമ്മളുടെ വീടുകളിലേക്ക് നാം മടങ്ങുന്നു. നാം പണിയെടുക്കുന്നത്, സമ്പാദിക്കുന്നത് ആ വീട്ടിലുള്ള നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ മക്കൾക്കും ഇണക്കും വേണ്ടിയാണെങ്കിൽ ആ ഒരു റൊട്ടേഷൻ, നമ്മളുടെ വീട്ടിൽ നിന്ന് നാം ഇറങ്ങി നാം നമ്മളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്ന ആ ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ നാം ഒന്ന് തിരിച്ചു ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ നാം എത്തി നിൽക്കുന്നത് അത് പരീക്ഷണങ്ങളുടെ വേദിയാണ്.
ഈ ദുനിയാവിൽ നാം എത്തിയ നമ്മളുടെ ഈ കഥയുടെ തുടക്കം അത് അല്ലാഹുവിന്റെ അടുക്കൽ പരലോകത്ത് നിന്ന് തിരിച്ച് ആ പരലോകത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങേണ്ടവരാണ് നാം. ഈ ദുനിയാവിലേക്ക് ഒരല്പസമയത്തിന് വേണ്ടി, പരീക്ഷണത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അയച്ചു എന്നത് ശരിയാണ്. ഈ പരീക്ഷണത്തിന് ശേഷം, ഈ പരീക്ഷാ ഘട്ടത്തിന് ശേഷം തിരിച്ച് ആ യഥാർത്ഥ വീട്ടിലേക്ക് നാം തിരിച്ചു മടങ്ങേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണങ്ങൾ എന്നുള്ളത് പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ആ പരീക്ഷയ്ക്കുള്ള റിവാർഡ്, പ്രതിഫലം, സ്വർഗം എന്നുള്ളത് നമുക്ക് നൽകപ്പെടുകയുള്ളൂ. ആ സ്വർഗത്തിൽ വെച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാം, സ്വർഗത്തിൽ ആദ്യം ആരാണ് പ്രവേശിക്കുക നാളെ പരലോകത്ത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹൽ തദറൂന അവ്വല മൻ യദ്ഖുലു അൽ ജന്ന. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കുന്നത് അതാരാണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലു അഅലം. അത് അല്ലാഹുവിനും അവന്റെ റസൂലിനും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഫുഖറാഉൽ മുഹാജിറൂൻ. അത് മുഹാജിരീങ്ങൾപ്പെട്ട പാവപ്പെട്ട ആളുകളാണ് നാളെ പരലോകത്ത് ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വയമൂതു അഹദുഹും. അവരൊക്കെ മരണപ്പെട്ടു പോയത് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ അവർ നാളെ പരലോകത്തിന് വേണ്ടി ജീവിച്ച് ക്ഷമയോടുകൂടി മണ്ണായി മണ്ണിനോട് ചേർന്നു പോയവരാണ് അവർ. അതുകൊണ്ട് നാളെ പരലോകത്ത് ഏറ്റവും ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുക, അയറ്റപ്പെടുക അത് പാവപ്പെട്ട ആളുകളാണ്, ദരിദ്രരായ ആളുകളാണ്, മുഹാജിരിങ്ങളിൽപ്പെട്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഒരുപാട് നേരിട്ട ആളുകളാണ് നാളെ പരലോകത്ത് ആദ്യം സ്വർഗത്തിലേക്ക് കയറ്റപ്പെടുക എന്ന ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, ദുനിയാവ് എന്നുള്ളത് നമുക്കറിയാം, കുടുംബത്തിലുള്ള പ്രയാസങ്ങൾ, മക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങൾ, വിവാഹ തടസ്സങ്ങൾ, അങ്ങനെ തുടങ്ങി പഠിപ്പ് കഴിഞ്ഞിട്ടും ജോലിയില്ലാത്ത അവസ്ഥകൾ, രോഗ അവസ്ഥകൾ, സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് ബാധ്യതകൾ, ഇതൊക്കെ ദുനിയാവിന്റെ സ്വഭാവമാണ്. ഈ ദുനിയാവിന്റെ സ്വഭാവമാണ്. എന്നാൽ ഈ ദുനിയാവിൽ സമ്പത്തും അധികാരവും നന്മയുമെല്ലാം അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാഹു ഇഷ്ടപ്പെടാത്തവർക്കും അല്ലാഹു നൽകും. എന്നാൽ പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് ആഖിറത്തിൽ വിജയം, സ്വർഗത്തിലുള്ള വിജയം എന്നുള്ളത് അത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ്. ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് പരീക്ഷണങ്ങൾക്ക് വിധേയമായി നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കലേക്ക് വിജയിച്ചെത്തുന്ന ആളുകൾക്ക് മാത്രമാണ് നാളെയുള്ള ഏറ്റവും വലിയ റഹ്മത്തായ സ്വർഗം നൽകപ്പെടുന്നത്. അത്തരത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക. ജീവിതത്തിൽ, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. എന്നാൽ നമുക്കൊന്ന് മുൻഗാമികളായ നമ്മളുടെ മുമ്പിൽ നമ്മളുടെ മുൻഗാമികളായ സലഫുകൾ, അതുപോലെ തന്നെ പ്രവാചകന്മാർ, അവരുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുമ്പോൾ അവരൊക്കെ അനുഭവിച്ച പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നമ്മളൊക്കെ അനുഭവിച്ചതിനേക്കാൾ എത്രയോ മടങ്ങിരട്ടിയ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഉപ്പ ഒരു പ്രവാചകനാണ്, അദ്ദേഹത്തിന്റെ വല്ലിപ്പ ഒരു പ്രവാചകനാണ്. എന്നിരിക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തന്റെ ഉപ്പ യഅഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമിയോട് ഏറ്റവും അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ ആ ജീവിതത്തിനിടയിൽ പിന്നീട് ഒരു പൊട്ടക്കിണറ്റിലേക്ക് എത്തുകയും, ചരിത്രമൊക്കെ നമുക്കറിയാവുന്നത്, ആ പൊട്ടക്കിണറ്റിലേക്ക് എത്തുകയും അവിടെ കിടക്കുകയും പിന്നെ ഏതോ ചില ആളുകൾ, വഴിയാത്രക്കാർ അദ്ദേഹത്തെ അതിൽ നിന്നെടുത്ത് പിന്നീട് അടിമച്ചന്തയിൽ അദ്ദേഹത്തെ വിൽക്കുകയും അങ്ങനെ അടിമച്ചന്തയിൽ അദ്ദേഹം കഴിയേണ്ടി വന്നിട്ടുണ്ട്. ആ അടിമച്ചന്തയിൽ നിന്ന് പിന്നീട് കൊട്ടാരത്തിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. എന്നാൽ ആ കൊട്ടാരത്തിൽ ചെയ്യാത്ത കുറ്റത്തിന് ഒരുപാട് വർഷക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം, ഫലബിസ ഫിസ്സിജ്നി ബിളഅ സിനീൻ. ചില വർഷങ്ങളോളം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നാം ആലോചിക്കേണ്ടത്
ആ യൗവനത്തിന്റെ ചോരത്തിളപ്പിൽ ആരോരുമില്ലാത്ത അല്ലേ തന്റെ കുടുംബം അറിയാത്ത ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു നാട്ടിൽ തന്റെ യജമാനത്തിൽ കൊട്ടാരത്തിലുള്ള സുന്ദരിയായ ഒരു യുവതി എല്ലാ വാതിലുകളും കെട്ടിയടച്ചുകൊണ്ട് തിന്മയിലേക്ക് ആ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ക്ഷണിച്ചപ്പോഴും ആ പരീക്ഷണത്തിന് അദ്ദേഹം വിധേയമായപ്പോഴും അവിടെ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായി പിടിച്ചു നിന്നത് അത് അദ്ദേഹത്തിന്റെ ഇഖ്ലാസാണ്, അദ്ദേഹത്തിന്റെ ഈമാനാണ്. അതാണ് അദ്ദേഹത്തിന് അവിടെ പ്രൊട്ടക്ഷൻ നൽകിയത്. ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ വിജയിക്കേണ്ടതുണ്ട്, ഇതെല്ലാം എന്റെ റബ്ബ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് വിജയിച്ചുകൊണ്ട് നാളെ റബ്ബിന്റെ അടുക്കലേക്ക് എനിക്ക് എത്തേണ്ടതുണ്ട്. അവിടെയാണ് യഥാർത്ഥ വിജയമെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ, തീർച്ചയായും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റവും നല്ല എന്റെ അടിമകളിൽപ്പെട്ട മുഖ്ലിസീങ്ങളായ ഇഖ്ലാസുള്ള ആളുകളിൽപ്പെട്ട ആളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാം. അപ്പോൾ പരിശ്രമങ്ങളാണ്, പരീക്ഷണങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിൽ നാം പരീക്ഷണങ്ങൾ ഒരുപാട് നാം വായിച്ചവരാണ്, കേട്ടവരാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകന്റെ ജീവിതം നാം എടുത്തു നോക്കുമ്പോൾ അവിടെയും പരീക്ഷണങ്ങളാണ് അല്ലേ. ജനനത്തിന് മുൻപ് തന്നെ പ്രിയപ്പെട്ട ഉപ്പ അദ്ദേഹത്തിന് നഷ്ടമായി. 6 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. അങ്ങനെ 8-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ വെല്ലിപ്പയും ആ പ്രവാചകന് നഷ്ടമാകുകയാണ്. ഒരു മകൻ, ആ പിഞ്ചുകുഞ്ഞ് ആരോരുമില്ലാതെ വളർന്നു വരുന്ന ഒരു സാഹചര്യം, ഒരു അനാഥാവസ്ഥയിൽ അദ്ദേഹം വളർന്നു വരികയാണ്. അങ്ങനെ വളർന്നു വന്നു, ഇസ്ലാം കിട്ടി. ആ ഇസ്ലാം മുഴുവൻ ആളുകളിലേക്കും എത്തിക്കുവാനുള്ള പരിശ്രമങ്ങൾ തുടർന്നു. ശക്തമായ എതിർപ്പുകളും ശക്തമായ കുത്തുവാക്കുകളും ഏറ്റുവാങ്ങേണ്ടി വന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. അവിടെ നമുക്ക് കാണാം ഒരുപാട് എതിർപ്പുകളാണ്, ഒരുപാട് പ്രയാസങ്ങളും കുത്തുവാക്കുകളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ ത്വായിഫിൽ പോയ ചരിത്രങ്ങൾ നമുക്കറിയാം. അവിടെയുള്ള ആളുകൾ, കുട്ടികൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞുകൊണ്ടും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടും തുപ്പിക്കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആട്ടി ഓടിച്ചത് നാം വായിച്ച ചരിത്രമാണ്. ശഅബ് ഇബ്നു അബീ ത്വാലിബ് കുന്നിന് മുകളിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബത്തെയും അങ്ങോട്ട് ഉപരോധിച്ചുകൊണ്ട് മാറി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ 3 വർഷക്കാലത്തെ കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹയും എല്ലാം പച്ചില തിന്നുകൊണ്ട് 3 വർഷക്കാലം അവർ ജീവിച്ചു എന്നാണ്. നമുക്കൊക്കെ എന്തു പ്രയാസമാണ് പ്രിയമുള്ളവരെ. ആ ശഅബ് ഇബ്നു അബീ ത്വാലിബ് കുന്നിന് മുകളിൽ ലോകത്തിന്റെ പ്രവാചകനായ റഹ്മത്തായ പ്രവാചകൻ പച്ചില തിന്നുകൊണ്ട് ഇലകളും പുല്ലും തിന്നുകൊണ്ട് ജീവിച്ചു എന്ന് പറയുമ്പോൾ എന്ത് പ്രയാസത്തിന്റെ മുൻമുളയിലൂടെയാണ് അവർ കടന്നുപോയത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട്. ആ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട മദീനയിലേക്ക് പോകുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്കയെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്, മക്ക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാടാണ് മക്ക നീ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാടാണ് മക്ക നീ. പക്ഷേ നിന്റെ നാട്ടുകാരനെ പുറത്താക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ഞാൻ പോകുമായിരുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് നമുക്ക് കാണാം. ഏറ്റവും പ്രിയപ്പെട്ട തന്റെ താങ്ങും തണലുമായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം അത് മുന്നിൽ കാണേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾ, 7 മക്കൾ ഉണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. 7 മക്കളിൽ 6 പേരും മരണപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിലാണ്. അതിന് വിധേയമായിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ ആൺമക്കളൊക്കെ വിധേയമായി, ആൺമക്കളൊക്കെ മരണപ്പെട്ടു പോയതോടുകൂടി അവിടെയുള്ള മുശ്രിക്കുകൾ പറഞ്ഞു, എന്നാണ് പറഞ്ഞത്, വാലറ്റുപോയവൻ എന്ന രൂപത്തിൽ സ്വന്തം കുഞ്ഞു മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് റസൂല് കേൾക്കുന്നത് വാലറ്റുപോയവൻ, ഇനി നിങ്ങൾക്ക് അവകാശമില്ലാത്തവൻ എന്ന കുത്തുവാക്കുകൾക്ക് വിധേയമായിട്ടുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ദുനിയാവിൽ ഏറ്റവും അധികം പ്രയാസം നേരിടേണ്ടി വരിക, ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക. വല്ലാത്തൊരു ഹദീസാണത്. റസൂൽ പറയാണ്, ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരിക അൽ അംബിയ, അത് പ്രവാചകന്മാരാണ്. ഈ ദുനിയാവിൽ ഏറ്റവും അധികം പ്രയാസങ്ങൾ നേരിടേണ്ടി വരിക അത് പ്രവാചകന്മാരാണ്. സുമ്മ, പിന്നെ ആ പ്രവാചകന്മാരോട് അടുത്തു നിൽക്കുന്നവരാണ്, ഈമാനുള്ള ആളുകളാണ്, ദീൻ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ്, ഖുർആനിനെ നെഞ്ചേറ്റുന്ന ആളുകളാണ്. അവരാണ് കൂടുതൽ ജീവിതത്തിൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് നമ്മളുടെ നെഞ്ചിലേക്ക് നമ്മൾ എടുക്കണം, ഈ ഒരു തിരിച്ചറിവ് നമ്മളുടെ ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് റസൂൽ പറയാണ്, അങ്ങനെ പരീക്ഷ
പരീക്ഷിക്കപ്പെടുന്ന ഒരു അർറജുൽ അലാ ഹസ്ബി ദീനിഹി ഫഇൻ കാന ദീനുഹു സുൽബൻ ഇസ്തദ്ദ. ഒരു മനുഷ്യൻ, ഒരു പുരുഷൻ, ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ എത്രമാത്രം ദീൻ, എത്രമാത്രം ഈമാനോടുകൂടിയാണോ ജീവിക്കുന്നത്, അത് ഏറ്റവും നല്ല തീവ്രമായ ദീനാണ് അവനുള്ളതെങ്കിൽ ഇസ്തദ്ദ, അതിനനുസരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങളും കഠിനമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് വഇൻ കാന ഫീ ദീനിഹി, ഇനി അതല്ല അവന്റെ ദീൻ അത് റിഖതൻ, അത് ദുർബലമാണ്, അത് ശക്തിയില്ലാത്തതാണ്, ഖുർആനിൽ നിന്നും പിന്തിരിഞ്ഞു കളയുന്നവനാണ്, നമസ്കാരത്തിൽ നിന്നും പിന്തിരിഞ്ഞു കളയുന്നവനാണ്, ദീനില്ലാത്തവനാണ് എങ്കിൽ അവന് ജീവിതത്തിൽ പരീക്ഷണങ്ങളില്ല, അവന്റെ ജീവിതത്തിൽ അവന് വരുന്ന പരീക്ഷണങ്ങളൊന്നും പരീക്ഷണങ്ങളല്ലാതാകുന്നു. എന്നാൽ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കഠിനമായ പരീക്ഷണങ്ങൾ കടന്നു വരും. കാരണം ഒരു ജീവിതത്തിന്റെ പല ദിശകളിലേക്ക് അവൻ തിരിഞ്ഞു പോകുമ്പോൾ ഹറാമായ കാര്യങ്ങളിൽ അവന്റെ കൈകൾ അവിടെ സ്പർശിക്കുവാൻ പോലും അവന്റെ ദീൻ അവനെ അനുവദിക്കുകയില്ല. അങ്ങനെ പല സാഹചര്യങ്ങളിലും അവൻ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ പരീക്ഷണങ്ങളൊന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്കുള്ള ശിക്ഷയല്ല, മറിച്ച് ഒരു വിശ്വാസിയുടെ ഈമാൻ അളക്കുന്ന സുന്നത്താണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പരീക്ഷണങ്ങളും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം, അഹസിബൻ നാസു അൻ യുത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. നിങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട്, അങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് മാത്രം ഒരു പരീക്ഷണങ്ങളില്ലാതെ അങ്ങോട്ട് പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നത് നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, അല്ലാഹു ഒരു വ്യക്തിയിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ യുസിബു മിൻഹു, അവനെ പരീക്ഷിക്കും, അവന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കടന്നു വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, അല്ലെ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ നമുക്ക് കാണാം മുനാഫിഖുകൾ ഒരു അപവാദം, ലൈംഗിക അപവാദം അത് നാട്ടിലാകെ പ്രചരിപ്പിച്ചു. ആ അപവാദം അവർ പറഞ്ഞു നടന്നു. അങ്ങനെ അവസാനം വല്ലാത്ത പ്രയാസത്തിലെത്തി നമ്മളുടെ ഉമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആയിഷ നീ തൗബ ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് വഹി ഇറങ്ങി, അതങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് റസൂൽ അറിഞ്ഞു. പക്ഷേ അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നീ തൗബ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ വല്ലാത്ത പ്രയാസത്തിലാണ്. ആ പരീക്ഷണ ഘട്ടത്തിൽ ഇല്ലാത്ത ഒരു കുറ്റത്തിന് ആളുകൾ, സഹാബികൾ പോലും തെറ്റിദ്ധരിക്കുന്ന മുനാഫിഖീങ്ങൾ അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോ അവിടെ അവർക്ക് സമാധാനമായത് മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വചനമാണ്. എന്താണത്? ഖുർആനിൽ നമുക്ക് കാണാം, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മക്കൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏറ്റവും ഭംഗിയായി കൊണ്ട് ക്ഷമിക്കണം, അങ്ങനെ ഞാൻ ക്ഷമിക്കും. എന്റെ സങ്കടങ്ങളും ഏറ്റവും നല്ല രൂപത്തിൽ എനിക്ക് സഹായം ചോദിക്കാൻ എന്റെ റബ്ബുണ്ട്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു എന്ന് പറയുന്ന മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ വചനം നമുക്കും വലിയ പാഠമാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഈ സൂറത്തു കഹ്ഫ് ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാം ഏറെ ഓതുന്നവരാണ്. സൂറത്തു കഹ്ഫിലൂടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അതുപോലെ തന്നെ ഖിദ്ർ നബിയുടെയും ചരിത്രങ്ങൾ നമ്മളൊക്കെ ഒരുപാട് പഠിച്ചതാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ വായിക്കുന്നവരാണ്. എന്നാൽ നമുക്കതിൽ കാണാം ഖിദ്ർ നബി പല പ്രവർത്തനങ്ങളും ചെയ്യുന്നത് മൂസാ നബിക്ക് അത് മനസ്സിലാകുന്നില്ല. എന്തിനാണ് ഇദ്ദേഹം അത് ചെയ്യുന്നത്? ഒരു തകർന്നു കിടക്കുന്ന ഒരു മതിൽ അത് വീണ്ടും അദ്ദേഹം കെട്ടിപ്പൊടുക്കി, അതെന്തിനാണ് എന്ന് മൂസാ നബിക്ക് അറിയുന്നില്ല.
അല്ലെ ഒരു കപ്പൽ, ആ കപ്പലിനൊരു ഓട്ട തുളച്ചു, അതെന്തിനാണ് എന്നറിയുന്നില്ല. പക്ഷേ അതിനു പിന്നിൽ അല്ലാഹുവിന്റെ മഹത്തായ റഹ്മത്തുണ്ട് എന്ന് പിന്നീട് ഹിളർ നബി അദ്ദേഹത്തിന് തിരിച്ച് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന് തിരിച്ചറിയുന്നത് ഇതിനു പിന്നിൽ ഒരു റഹ്മത്തുണ്ടായിരുന്നു എന്നത്. ഈ പരീക്ഷണങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു എന്നത് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. അതുകൊണ്ടാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തക്റഹു ശൈഅൻ, നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന കാര്യങ്ങൾ വഹുവ ഖൈറുൻ ലക്കും, അതായിരിക്കും നിങ്ങൾക്ക് നന്മ. വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും, എന്നാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്കൊരു പക്ഷെ ശർറുമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾ അറിയാത്തത് അല്ലാഹു അറിയുന്നു എന്ന ഖുർആനിന്റെ അധ്യാപനം നമുക്ക് കാണാം പ്രിയമുള്ളവരെ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുമ്പോ അതിന് മറ്റൊരു മുഖമുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥനകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒട്ടനവധി പ്രാർത്ഥനകൾ നമുക്ക് കാണാം. രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു അല്ലേ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ. ഈ പ്രാർത്ഥന ഒരാൾ രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ അതെല്ലാം അല്ലാഹു വൈകുന്നേരം വരേക്കും അതിൽ നിന്ന് അവനെ തടയും. ഇനി ഒരു മനുഷ്യൻ ഈ പ്രാർത്ഥന വൈകുന്നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു 3 മററാത്തിൻ ലം തുസ്ബിഹു ഫജ്അതൻ ഫജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ. വൈകുന്നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെയാകുമ്പോഴേക്കും പെട്ടെന്നുള്ള പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു അവനെ കാത്തു രക്ഷിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാം. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മീൻകലത്തിന്റെ ആ മീനിന്റെ വയറ്റിലേക്ക് അവസാനം എത്തി അവിടെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ഒരു ആരാധനക്കർഹനില്ല. അൻത സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, ഞാനാണ് അക്രമി, ഞാനാണ് തിന്മ ചെയ്തത് എന്ന പ്രാർത്ഥന മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. വിശ്വാസികൾ കഠിനമായ പ്രയാസങ്ങളിൽ അകപ്പെടുകയും അങ്ങനെ നമ്മൾ ചെയ്ത തെറ്റുകൾ അല്ലാഹുവിലേക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തി കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലാഹു അവരെ രക്ഷിക്കും എന്ന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിരുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രാർത്ഥനകൾ കൂടി ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷണങ്ങളിൽ നിന്ന് കാവൽ ചോദിച്ചിരുന്നു. നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ജഹ്ദിൽ ബലാ, കഠിനമായ പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നു, കാവൽ തേടിയിരുന്നു. അതുപോലെ തന്നെ നിർഭാഗ്യ അവസ്ഥകൾ, ദൗർഭാഗ്യ അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ സൂഇൽ ഖദാ, മോശമായ അവസ്ഥകൾ വന്നു കഴിഞ്ഞാൽ, ശത്രുക്കളുടെ പരിഹാസങ്ങൾ വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് കാവൽ തേടിയിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് പ്രാർത്ഥനകൾ ഉണ്ടാകണം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനകൾ ബിസ്മില്ലാഹില്ലദീ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഹീന ഇദിൻ ഹുദിസ, അവനതാ നേർമാർഗത്തിലേക്ക് അവനെ നയിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ വഖുഫീത, അവൻ ഈ പ്രാർത്ഥന മതിയായവനാണ്. അതുപോലെ തന്നെ വബുഖീത, അവൻ സംരക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ പിശാച് അവനിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റു അമൂല്യമായ പ്രാർത്ഥനകൾ, രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ ഫിദ് ദുനിയ, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹുവേ, ഞാൻ ഇതാ നിന്നോട് ചോദിക്കുന്നു, ആഫിയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും ആഫിയത്ത് ഞാൻ
ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ-ആഫിയ അഫ്വ വൽ ആഫിയത ഫീ ദീനി വദുനിയ വഅഹ്ലി വമാലി. അല്ലാഹുവേ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, അതുപോലെ തന്നെ ആഫിയത്ത് ഞാൻ ചോദിക്കുന്നു. അത് ഈ ദുനിയാവിലും നാളെ പരലോകത്തും എന്റെ ദീനിലും എന്റെ പണത്തിലും എന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ നോക്കൂ, ആ പ്രാർത്ഥനയുടെ ആഴം എത്രയാണ്. അങ്ങനെ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും അല്ലാഹുമ്മ ഹഫ്ളിനി, നീ എന്നെ സംരക്ഷിക്കണമേ. എങ്ങനെ? ഇരുഭാഗങ്ങളിൽ നിന്ന് വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി, പിന്നിൽ നിന്നും വലതു നിന്നും ഇടതു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും വരുന്ന അപകടങ്ങളിൽ നിന്നും എല്ലാം പടച്ച റബ്ബേ നീ എന്നെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന ലോകത്തിന്റെ രക്ഷിതാവിനോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഏറ്റവും നല്ല വിശ്വാസികളായി പരീക്ഷണങ്ങൾ അത് മുൻകടന്നുകൊണ്ട് നാളെ പരലോകത്ത് വിജയിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മളുടെ ഒടുക്കവും തുടക്കവും യഥാവിധം നാം ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം വന്നത് പടച്ച റബ്ബിന്റെ അടുക്കൽ നിന്ന്, നമ്മുടെ റൂഹ് അവിടെ നിന്ന് ഈ ദുനിയാവിലേക്ക് അയക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളുടെ എല്ലാവരുടെയും റൂഹുകൾ അല്ലാഹു പരലോകത്ത് വെക്കുകയും അവിടെ വെച്ചുകൊണ്ട് നമ്മളോട് പടച്ച റബ്ബ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഖുർആനിൽ നമുക്ക് കാണാം, അലസ്തു ബിറബ്ബിക്കും, നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ? ആ സമയത്ത് എല്ലാവരും പറഞ്ഞു, അതെ റബ്ബേ, ഞങ്ങളുടെ നാഥൻ നീയാണ്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ ആരംഭിച്ച ആ ഒരു യാത്ര തിരിച്ച് നാം എത്തേണ്ടതും ആ ആഖിറത്തിലേക്കാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴൊക്കെ അല്ലേ, ഒരു ഞെരുക്കത്തിന് ശേഷം ഒരു എളുപ്പമുണ്ട്. അതെല്ലാ വിഷയങ്ങളിലും അത് ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ എളുപ്പം അവന് വരാനുള്ളത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലാണ്. അവിടെ ഒന്നും എനങ്ങാൻ സാധിക്കാതെ ആ ഭയപ്പാടിൽ നിൽക്കുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ എളുപ്പമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളായിരുന്നു ദുനിയാവിലെങ്കിൽ അവിടെ നമുക്ക് എളുപ്പമാകാൻ സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എല്ലാം നാം തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണാം ഒരു രാത്രി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശപ്പ് താങ്ങാൻ സഹിക്കവയ്യാതെ, കാരണം ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ആ വിശപ്പ് താങ്ങാൻ സഹിക്കവയ്യാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത്. റസൂലിനോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ ഉറങ്ങാതെ നടക്കുന്നത്? റസൂലും പറയുന്നത് വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ്. അങ്ങനെ പിന്നീട് നമുക്ക് കാണാം, അവിടെ നിന്ന് മഹാനായ അബുൽ ഹൈസമി റളിയല്ലാഹു അൻഹു അദ്ദേഹം 3 പേരെയും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ഒരു തുച്ഛം ഭക്ഷണം അതിൽ നിന്നൊരൽപ്പം അത് ഇവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. അങ്ങനെ ആ ഭക്ഷണത്തിൽ നിന്ന് ഒരൽപ്പം ഉരുള എടുത്തുകൊണ്ട് വായിലേക്ക് വെക്കുന്ന സ്വഹാബികളോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വഹാബ, ഉമർ, അബൂബക്കർ, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഈ നൽകപ്പെട്ട കാരുണ്യം, അനുഗ്രഹം അത് ചോദ്യം ചെയ്യപ്പെടും. ആലോചിച്ചു നോക്കൂ, ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതെ കിട്ടിയ ഒരു ഉരുള, ഒരു കാരക്ക, അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വഹാബ ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. നമുക്കൊക്കെ ഉള്ള അനുഗ്രഹങ്ങൾ എത്രയാണ്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളുടെ തോതെത്രയാ. സഹാബി വനിതകൾ മക്കൾ മരണപ്പെട്ടു യുദ്ധത്തിന് പോയി. നമുക്കറിയാം ഹൻസ റളിയല്ലാഹുവിന്റെ ചരിത്രം. 4 മക്കളും യുദ്ധത്തിൽ മരണപ്പെട്ടു. 4 മക്കളും യുദ്ധത്തിൽ മരണപ്പെട്ടിട്ടും ഹൻസ റളിയല്ലാഹു പറയുന്നത് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും, എന്റെ മക്കൾ ഇതാ വിജയിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ നഷ്ടപ്പെടുമ്പോൾ ഈ ദുനിയാവിൽ അതൊരു പരീക്ഷണമാണ്. എന്നാൽ അതിൽ ക്ഷമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നാളെ അല്ലാഹുവിന്റെ അടുക്കൽ ബൈത്തുൽ ഹംദ് എന്നുള്ള പേരുള്ള ഒരു കൊട്ടാരം അല്ലാഹു അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ദുനിയാവിലെ പരീക്ഷണങ്ങൾ അത് ആ രൂപത്തിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വെസ്റ്റേൺ മീഡിയകൾ, വെസ്റ്റേൺ കൺട്രികൾ, അവിടെയുള്ള അമ്മമാർ അവർ പറയുന്നത് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങ് ഗാസയിലുള്ള ഉമ്മമാർ അവരുടെ മക്കൾ സ്കൂളിലേക്ക് പഠനത്തിനായി തിരിച്ച് സ്കൂളിലേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് അറ്റുപോയ കൈകളുമായിട്ടാണ്. കളിക്കാൻ പോയിക്കൊണ്ട് തിരിച്ച് വീട്ടുകളിലേക്ക് എത്തുന്നത് അറ്റുപോയ കാലുകളുമായിട്ടാണ്. പുറത്തേക്ക് ഇറങ്ങി കാണുന്ന അവസ്ഥകൾ കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് ബോംബുകൾ എറിയുന്ന അവസ്ഥകളാണ് കാണുന്നത്. വലിയ കെട്ടിടങ്ങൾക്കടിയിൽ തന്റെ കുഞ്ഞുങ്ങൾ അത് ഇരുന്ന് എഴുകി മരിക്കുന്ന അവസ്ഥകൾ അവർ കാണേണ്ടി വരുന്നു. തന്റെ കുഞ്ഞുങ്ങളുടെ ശരീരം അത് വടിച്ചെടുത്ത മാംസ കഷ്ണമായി കിറ്റിലേക്ക് ഇട്ടുകൊണ്ടുപോകേണ്ട അവസ്ഥകൾ അവർ കാണേണ്ടി വരുന്നു. വെസ്റ്റേൺ കൺട്രിയിലുള്ള ആളുകൾ, ഉമ്മമാർ, അമ്മമാർ അവർ ചോദിക്കുന്നത് ഇത്രമാത്രം പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ആ അറ്റുപോയ കൈകളും അറ്റുപോയ കാലുകളുമുള്ള തലയോട്ടിയിലേക്ക് ബുള്ളറ്റുകൾ കയറിയ കുട്ടികൾ അവരുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ ആ ഉമ്മമാർക്ക് എങ്ങനെയാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുവാൻ സാധിക്കുന്നത് എന്ന് ഇതര മതവേദങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ, അമ്മമാർ അവർ ചോദിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഒരു പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച വല്ലാത്തൊരു റഹ്മത്ത്. ആ റഹ്മത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി ജീവിതത്തിൽ നാളെ സ്വർഗമുണ്ട് എന്ന തിരിച്ചറിവ് ഒരു മനുഷ്യനിൽ ഉണ്ടാകുമ്പോൾ അൽഹംദുലില്ലാഹ് കടന്നു വരുന്നു. അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിച്ചു മരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നൊക്കെ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അതിന് ഏറ്റവും നല്ല രൂപത്തിൽ നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മളുടെ മാതാപിതാക്കൾ അവരുടെ ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളും ഒരു ദിവസം ആ പള്ളിക്കാട്ടിലെ ഖബറിൽ ആരോരുമില്ലാതെ കിടക്കേണ്ടവരാണ്. നമ്മളുടെയും ബർസഖ് ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി നൽകുമാറാകട്ടെ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉപ്പ ഉമ്മമാർ, പിഞ്ചു പൈതങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. യഥാർത്ഥ ദീനനുസരിച്ചുകൊണ്ട് പരീക്ഷണങ്ങൾ അത് ജീവിതത്തിൽ വരുമ്പോഴും വകവെക്കാതെ മുന്നോട്ട് പോകാൻ ഖുർആനിനെ നെഞ്ചോട് ചേർത്ത് ഹദീസിനെ നെഞ്ചോട് ചേർത്ത് പരീക്ഷണങ്ങളിൽ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കിടയിൽ തന്നെ ഒരുപാട് മാരക രോഗങ്ങളാൽ, കടബാധ്യതകളാൽ, സാമ്പത്തിക ജീവിതത്തിലൊക്കെ പ്രയാസമുള്ള, മാനസികമായിട്ടൊക്കെ പ്രയാസങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ, ഉപ്പ ഉമ്മമാർ അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയ ഒരുപാട് ആളുകൾ ആ പ്രാർത്ഥന കൊണ്ട് ഏറ്റവും ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ മിനന്നാർ, റബ്ബനാ അജ്ർനാ വഅജ്ർ വാലിദൈനാ മിനന്നാർ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബി اغفر لي ولوالدي ولمن دخل بيتي مؤمنا وللمؤمنين والمؤمنات. اللهم اعز الإسلام والمسلمين